ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما الحياة الدنيا إلا لعب وله وللدار الآخرة خير للذين يتقون أفلا تعقلون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാണ്. മനുഷ്യ ജീവിതം നാം മനസ്സിലാക്കിയതുപോലെ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ദുഃഖവും സന്തോഷവും സമാധാനവും പ്രയാസവും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നാം അനുഭവിക്കും. ഈ ജീവിതത്തിന്റെ ഒരു ഭാഗമാണിതൊക്കെ. എന്നാൽ ഒരു വിശ്വാസി അയാൾ ഇതൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിൽ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്തിനാണ് അള്ളാഹു ജീവിതം സംവിധാനിച്ചത് എന്ന് അയാൾക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകും. പരീക്ഷണമാണ്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. മാനസികമായി ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യരും പുറത്തുനിന്നൊരാൾക്ക് നോക്കിയാൽ അയാളുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ട് എന്നൊരു പക്ഷെ തോന്നണമെന്നില്ല. നിരന്തരമായി മനസ്സ് വേട്ടയാടുകയും ഉറക്കം പോലും നഷ്ടപ്പെടുന്ന മനുഷ്യരും എന്താണ് ഈ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളാണ്. ചില മനുഷ്യർ ജീവിക്കുന്നത് മകളെ കെട്ടിക്കാനാണ്, മറ്റു ചിലർ ഒരു വീടുണ്ടാക്കാനാണ്, മറ്റു ചില മനുഷ്യർ വാഹനം വാങ്ങാനാണ്. അങ്ങനെ അനേകം സ്വപ്നങ്ങൾ. നമുക്കറിയാം, ജീവനുള്ള മനുഷ്യർ എന്ന നിലക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവിൽ പലതും ചെയ്യേണ്ടതുണ്ട്. ഈ പറയപ്പെട്ടതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഒരിക്കലും ഇത് മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ എല്ലാ പ്രയാസങ്ങളും
നിരന്തരം പ്രയാസങ്ങളായി കിടക്കുമെന്ന് മാത്രമല്ല, മരണാനന്തരം സമാധാനം ലഭിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരു പനയോല പാലയിൽ കിടന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അതിന്റെ പാടുകൾ മുതുകിൽ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, റസൂലേ, ഞങ്ങളൊരു പുതപ്പ് തരട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനോട് പറയുന്നത്, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇല്ലാ മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ, ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്. നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വിശ്രമിക്കും. ഒരു മരത്തണലിൽ വിശ്രമിച്ച് പിന്നീട് അത് ഉപേക്ഷിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ് ഈ ദുനിയാവിൽ ഞാൻ. സഹോദരന്മാരെ, പലപ്പോഴും ദുനിയാവും നോക്കണ്ടേ എന്ന് ചോദിക്കുന്ന മനുഷ്യർ പറയുന്ന ഒരു ആയത്താണ് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഖുർആൻ പറഞ്ഞത്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിലും നന്മകൾ ലഭിക്കണം, ഈ ദുനിയാവിന്റെ കാര്യവും നന്നായി തന്നെ നടക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുനിയാവിലെ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അവസാന നിമിഷം വരെ അത്തരത്തിലൊരു ജീവിതം അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയത്തിന്റെ അർത്ഥം മാനസികമായും സംതൃപ്തിയോടുകൂടിയുള്ള ദുനിയാവിലെ ജീവിതമാണ്. സൗകര്യങ്ങളും ആർഭാടങ്ങളുമല്ല. അതൊക്കെ നേടാം, പക്ഷെ ആ സമയത്തും റബ്ബിനെ ഓർക്കണം, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല എന്ന് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ചു പറയാം, ഇഅ്ലമു, മനുഷ്യ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹ്, ഈ ദുനിയാവിലെ ജീവിതം കേവലം കളിയും തമാശയും വിനോദങ്ങളൊക്കെയാണ്. വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ അതൊക്കെ ഒരു അഭിമാനമായും ദുരഭിമാനമായും ഒക്കെ ആളുകളോട് പറയാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. എന്നിട്ട് പറയാണ്, കമസലി ബൈത്തിൻ, ഒരു മഴയെ പോലെയാണ്. അഅജബൽ കുഫാറ നബാത്, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്യുമ്പോൾ അത് അയാൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകും. അയാളുടെ കൃഷി അത് നന്നായി വളരും, അതിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിത്തീരും. പിന്നീട് അത് മഞ്ഞ നിറമാകും, അവസാനം അത് വാടിപ്പോകും. ഈ ദുനിയാവിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ജീവിച്ചവർക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ കാത്തു നിൽക്കുന്നു. എന്നാൽ മറ്റു ചില മനുഷ്യർ, ബുദ്ധിപരമായി ജീവിച്ച ആളുകൾ, അവർക്ക് അവന്റെ പാപമോചനവും അവന്റെ തൃപ്തിയുമുണ്ട്. ദുനിയാവിലെ ജീവിതം വഞ്ചന മാത്രമാണ് എന്ന് പറയുന്നത് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ റബ്ബാണ്. മറ്റാരെക്കാളും ഇതിലെ അപകടങ്ങളെ കുറിച്ചും ഇതിന്റെ നേട്ടങ്ങളെ കുറിച്ചും അറിയുന്ന റഹ്മാനായ റബ്ബാൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ, ഒരു മനുഷ്യന് മരണത്തിന് ശേഷം അവന് ജീവിക്കാൻ, അവന് വസിക്കാൻ ഒരു ഭവനമില്ല. ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി ബാനിഹാ, ജീവിതകാലത്ത് അവൻ നിർമ്മിച്ച ഭവനമല്ല. എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ വീടല്ല. അല്ല, നമ്മുടെ ജീവിതം കൊണ്ട് മരണാനന്തരം സുഖസുന്ദരമായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഭവനമാണ് അവന് അയാൾ കൃത്യമായി അയാൾ നിർമ്മിച്ച ഭവനം എന്ന് പറയാൻ കഴിയുന്നത്. നന്മകൾ കൊണ്ടാണ് ഒരാൾ ആ വീട് നിർമ്മിച്ചത് എങ്കിൽ അയാൾക്ക് സമാധാനപരമായി അതിൽ ജീവിക്കും. മരിക്കുന്ന നിമിഷം മുതൽ അയാൾ സമാധാനത്തിന്റെ ലോകത്താണ്. അതല്ല, തിന്മകൾ കൊണ്ടാണ് ജീവിതം മുഴുവൻ തീർത്തത് എങ്കിൽ അയാൾക്ക് മരണം വരെ എന്തൊക്കെ ആസ്വാദനങ്ങൾ ഉണ്ട് എങ്കിലും മരണത്തോടുകൂടി അയാൾ കാണുന്ന ലോകം ഭീകരമാണ്, സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. എന്തിനധികം പറയണം, ഒരല്പസമയം ഈ കറണ്ട് നഷ്ടപ്പെടുന്ന സമയത്ത് ആ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നമുക്ക് എങ്ങനെയാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീയും അതിന്റെ ചൂടുകളും സഹിക്കാൻ കഴിയുന്നത്?
മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് ഇവിടെ എന്ത് ലഭിച്ചാലും ഇനിയും ലഭിക്കണം, വീണ്ടും ലഭിക്കണം എന്ന് മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലിൻ, ആദമിന്റെ മക്കൾ മനുഷ്യന് സമ്പത്തിന്റെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ 2 താഴ്വാരകൾ ലഭിച്ചാലും ലബ്തഗാ സാലിസൻ, മൂന്നാമത് ഒന്നുകൂടി കിട്ടണം എന്ന് അവൻ ആഗ്രഹിക്കും. വലാ യംലഉ ജൗഫ ഇബ്നി ആദമ ഇല്ല തുറാബ്, മരണം വരെ ഈ ആഗ്രഹം കൊണ്ട് അവൻ അങ്ങനെ അതിന്റെ പിന്നാലെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടുത്ത് ഈ ദുനിയാവിലെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅൂദ, ഒരു ഈച്ചയുടെ ചിറക് പോലും ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുത്ത് വരെയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അത്ര പ്രധാനപ്പെട്ടതാണ് എങ്കിൽ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു മനുഷ്യരും ഒരിക്കൽ വെള്ളം പോലും ഇവിടെ കുടിക്കില്ലായിരുന്നു. റഹ്മാനായ റബ്ബിനെ നിഷേധിച്ച് സുഖസുന്ദരമായി വർഷങ്ങൾ ജീവിക്കുന്ന, ആർഭാടത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതല്ല യഥാർത്ഥ ലോകം. ഇത് കേവലം ഒരു കവാടം മാത്രമാണ്. പല ദുഃഖങ്ങളും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഈ ജീവിതത്തിൽ നമ്മളെ കണ്ടുമുട്ടുമ്പോ ചില മനുഷ്യർ നമ്മൾ അറിയണം, ഇതിലൂടെ പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. ദുഃഖങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും അതൊരു മാറ്റത്തിന് കാരണമാവാറുണ്ട്. പിതാവ് മരണപ്പെട്ടപ്പോൾ ആ പിതാവിന്റെ ചെരുപ്പ് കാണുമ്പോ, പിതാവ് ധരിച്ച വസ്ത്രങ്ങൾ കാണുമ്പോ, പിതാവ് കിടന്നുറങ്ങിയ കട്ടില കാണുമ്പോ ഒരു പക്ഷെ നമുക്ക് തോന്നും കുറച്ചുകൂടി നന്നായി നോക്കാമായിരുന്നു. പക്ഷെ അത് വെറും തോന്നലാ, സമയം കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും അങ്ങനെയാണ്. നമുക്ക് പിന്നീട് പലതും തോന്നും, ആ തോന്നൽ വൃഥാവിലാണ് എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ മാറ്റങ്ങൾ, ചിലർക്ക് അപകടങ്ങൾ ഉണ്ടായാൽ, സാമ്പത്തികമായ ഒരു പ്രതിസന്ധി വന്നാൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മനുഷ്യരുണ്ട്. ആ മടക്കം അനിവാര്യമാണ്. പ്രയാസങ്ങൾ ഉണ്ടായിട്ടും പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത മനുഷ്യർ മരണാനന്തരം തീർത്തും പ്രയാസങ്ങളിലേക്ക് അകപ്പെടും. ആ സമയത്ത് പിന്നീട് അവർ പലതരത്തിലുള്ള അപലാപങ്ങളും അട്ടഹാസങ്ങളും നടത്തും. നോക്കൂ നിങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത്? ഒരു മനുഷ്യൻ അയാൾ അറിയണം, ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനാണ് വന്നത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. സൂറത്ത് യാസീൻ ഒരൊറ്റ ആയത്തിൽ ഈ 3 കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചതാണ്, അവനാണ് എന്റെ സത്താവ്, അവനെ ആരാധിക്കുക എന്നല്ലാതെ മറ്റെന്താണ് എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത്. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെയാണ് എനിക്ക് മടങ്ങേണ്ടത്. അള്ളാഹുവിൽ നിന്ന് വന്ന് ഇവിടെ റബ്ബിനെ ആരാധിച്ച് അവനിലേക്ക് മടങ്ങണം. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നിരന്തരമായി നാം നമ്മുടെ മനസ്സിലോട് പറയണം. സഹോദരന്മാരെ, ദുനിയാവിൽ വരുന്ന ഏത് നഷ്ടങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷേ ഇന്ന് നമ്മളിട്ട ബട്ടൺസ് അല്ലെങ്കിൽ നമ്മളിട്ട ഡ്രസ്സ് നമ്മളല്ല കഴിക്കുന്നത് എങ്കിൽ, അത് കഴിക്കാൻ മറ്റാരെങ്കിലുമാണ് ഉള്ളത് എങ്കിൽ, മരണം നമ്മുടെ അടുത്തു തന്നെയുണ്ട് എന്ന ബോധം നമുക്ക് വേണം. അങ്ങനെ മരിച്ചാൽ പിന്നീട് കേവലം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ചില തോന്നലുകളും അവസരങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അട്ടഹാസങ്ങളും മാത്രമേ ബാക്കിയാവൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, മരണം വന്ന മനുഷ്യൻ പറയും, അല്ലാഹു ഒന്ന് മടക്കി തരണം. ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ച കുറേ നന്മകൾ എനിക്കറിയായിരുന്നു, നന്മകൾ ഇതൊക്കെയാണ്. ദിക്ർ ചൊല്ലിയാൽ കൂലി കിട്ടും, ഖുർആൻ ഓതിയാൽ ഇത്ര പ്രതിഫലമുണ്ട്, നമസ്കാരം നിർബന്ധമാണ്, എത്ര തിരക്കാണെങ്കിലും ജമാഅത്ത് പ്രധാനപ്പെട്ടതാണ്, ഇതൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒന്നും മരിക്കില്ല എന്നൊരു ദാഠ്യത്തിൽ അങ്ങനെ ജീവിച്ചു പോയി. ആ സമയത്ത് മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, ഒരവസരം കൂടി തരൂ റബ്ബേ. പക്ഷെ അത് വെറും ചോദ്യമാണ്. അല്ലാഹു പറയുന്നത്, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു വർത്തമാനം മാത്രമാണ്. വീണ്ടും അവസരം കൊടുത്താലും മനുഷ്യൻ അത് ചെയ്യില്ല. വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദുകുമുൽ മൗത്ത് ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹു പറയാൻ, നിങ്ങൾക്ക് അല്ലാഹു എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മക്ക് വേണ്ടി അത് ചെലവഴിക്കണം, നാം നമുക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. ആ സമയത്ത് മരണം വന്നെത്തുമ്പോ
നമ്മൾ റബ്ബിനോട് പറയും അടുത്തൊരു അവധി തരാൻ. പക്ഷേ ആ സമയത്ത് നമുക്കത് ലഭിക്കുകയില്ല. സഹോദരന്മാരെ, ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന മനുഷ്യരെ കുറിച്ചും വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളെ കുറിച്ചും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇടത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ, അവരുടെ സംസാരം ഇതെനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയും. തിന്മകൾ കൊണ്ട് ജീവിച്ച മനുഷ്യൻ, അയാൾ അങ്ങനെ വിലപിക്കും. വലം അദ്രി മാ ഹിസാബിയ, എന്റെ ഈ വിചാരണയെ നാം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ദുനിയാവിൽ ഒരു പ്രയാസവും അയാളെ ബാധിച്ചിട്ടില്ല. അയാളൊന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാൻ 10,000 ഉണ്ടായിരുന്നു. പക്ഷേ മരണത്തോടുകൂടി അയാൾ ഇതൊന്നും കാണുന്നില്ല. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം, എന്റെ സമ്പത്ത് ഒക്കെ നശിച്ചു. ഇനി ആകെ ബാക്കിയുള്ളത് അള്ളാഹു ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിയാൻ. സഹോദരന്മാരെ, ഇതൊന്നും കെട്ടുകഥകളല്ലല്ലോ. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ജീവനുള്ള മനുഷ്യർക്ക് പറഞ്ഞു തന്ന നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. വലൗ തറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, പ്രവാചകരെ അങ്ങ് കാണുമ്പോ ഇതിൽ മുജ്രിമീന നാകിസു റൂസിഹിം, കുറ്റവാളികൾ, തിന്മയാൽ ജീവിതം നിറച്ച മനുഷ്യന്മാർ പരലോകത്ത് തലതാഴ്ത്തി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ റബ്ബന അബ്സർന വസമിഅന, ഒക്കെ ശരിയായിരുന്നു, ഇതൊക്കെ ശരിയാന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഫർജിഅന നഅമൽ സ്വാലിഹൻ, ഒന്ന് മടക്കണേ എന്ന് അവിടെ വെച്ച് മനുഷ്യൻ പറയും. സഹോദരന്മാരെ, അത് അസാധ്യമാണ്. ആ നന്മയിലേക്ക് മുന്നേറി ജീവിതം പൂർണ്ണമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു വിഷയം, നമ്മൾ പലപ്പോഴും പല നന്മകളും പിന്നീട് ചെയ്യാം, അവസരങ്ങൾ ഇനിയും ഉണ്ടാവും എന്ന ധാരണയിൽ മാറ്റിവെക്കാറുണ്ട്. നന്മകൾ ചെയ്യുന്നിടത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന മനോഭാവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വസാരിഉ, ധൃതി കാണിക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. നമ്മൾ കൊതിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ സഹോദരന്മാരെ, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം, അതിനുവേണ്ടി മത്സരിക്കണം. അവസാനമെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സ്വഹാബി മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, സഅല മൂസ റബ്ബഹു മാ അദ്നാ അഹ്ലുൽ ജന്നതി മൻസില. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന, ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യന് എന്താണ് റബ്ബേ സ്വർഗത്തിൽ ലഭിക്കുക എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഹുവ റജുലുൻ, ഒരു മനുഷ്യനും, യജീഉ ബഅദമാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവസാനക്കാരനായി സ്വർഗത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ. അയാളോട് അല്ലാഹു പറയും, ഉദ്ഖിലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ മനുഷ്യൻ ചോദിക്കും റബ്ബിനോട്, റബ്ബി ഐ കൈഫ വഖദ് നസല الناس മനാസിലഹും വഅഖദു അഖദാതിഹിം. റബ്ബേ, എങ്ങനെയാണ് ഈ സ്വർഗത്തിലേക്ക് ഞാൻ കടന്നിട്ട് എന്താണ് എനിക്ക് കാര്യം? എല്ലാ ആളുകളും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, ഞാൻ അവസാനക്കാരനാണ്, എനിക്കതിൽ എന്ത് കിട്ടാനാണ് എന്ന് ഈ മനുഷ്യൻ ചോദിക്കുന്ന സമയത്ത് റഹ്മാനായ റബ്ബ് ആ മനുഷ്യനോട് തിരിച്ചു ചോദിക്കുന്നത്, അത്തറുല്ലാ അൻ യകൂന ലക മിസ്ലു മുൽകി മലികിൻ മിൻ മുലൂകി ദുനിയ. നീ തൃപ്തിപ്പെടുമോ ഈ ദുനിയാവിൽ കേരളത്തിലെന്നല്ല
ഇന്ത്യയിൽ എന്നല്ല, ഭൂമിയിൽ ഏറ്റവും വലിയൊരു സമ്പന്നന് ലഭിക്കുന്ന അത്രയും നൽകിയാൽ നിനക്ക് തൃപ്തിയാകുമോ? മനുഷ്യൻ പറയും, റദീതു റബ്ബി, അള്ളാഹുവേ തീർച്ചയായും ഞാൻ തൃപ്തിപ്പെടും. അള്ളാഹുവിന്റെ കാരുണ്യം തീർന്നില്ല. വലക മിസ്ലഹു വമിസ്ലഹു വമിസ്ലു വലക മസ്തഹത് നഫ്സുക വലദ്ദത് ഐനുക. നിനക്ക് അതിന്റെ മൂന്നിരട്ടി വേറെയുമുണ്ട്. നിന്റെ കണ്ണിന് കുളിർമയേകുന്ന എല്ലാ കാഴ്ചകളും അവിടെയുണ്ട്. നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നതൊക്കെ ആ സ്വർഗത്തിൽ നിനക്കുണ്ട്. അവസാനക്കാരനാണ് ഈ മനുഷ്യൻ. ഇത് കേൾക്കുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് റബ്ബിനോട്, ഫമാ അഅ്ലാഹും മൻസില, അല്ലാഹുവേ അവസാനക്കാരൻ ഇത്രയും ലഭിക്കുമെങ്കിൽ ആ സ്വർഗത്തിൽ ഉന്നത പദവിയിലുള്ള ആളുകളുണ്ടല്ലോ, അമ്പിയാക്കൾ, ജിഹാദ് ചെയ്ത മനുഷ്യന്മാർ, നന്മകൾ ചെയ്ത് മുന്നേറിയ ആളുകൾ, ഫമാ അഅ്ലാഹും മൻസില, അവർക്ക് എന്താണ് റബ്ബേ ലഭിക്കാൻ പോകുന്നത്? ആ സമയത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഉലൈകല്ലദീന അറത്തു വറസ്തു കറാമതഹും ബിയദി വഖതംതു അലൈഹാ ഫലം തറ ഐനുൻ വലം തസ്മഅ ഉദുനുൻ വലം യഖ്തുർ അലാ ഖൽബി ബശർ. അവരെ നാം പ്രത്യേകമാക്കിയവരാണ്. അവർക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യ ഹൃദയത്തിനും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ഉന്നതമായ സൗകര്യങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തിട്ട് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു സജദയിൽ ആയത്തോതി, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവർക്ക് അള്ളാഹു അത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, എപ്പോഴാണ് മരണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനോട് പുഞ്ചിരിക്കുന്നത് പോലും നമ്മുടെ നന്മയുടെ തുലാസിൽ അത് രേഖയാകും. അള്ളാഹു ഒന്നും മറക്കില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തും. നമ്മൾ ചെയ്തു പോയ ഏത് തിന്മകളും റഹ്മാനായ റബ്ബ് ഏറ്റുപറഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കി തൗബകൾ ചെയ്ത്, അതേപോലെ തന്നെ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന രംഗം ഓർമ്മിച്ച് പരമാവധി ശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും പോലും പലരും മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാലം ദീനീ സേവനത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുകയും ഒരുപാട് ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത നമുക്കെല്ലാം പരിചയമുള്ള മഹ്മൂദ് മഹ്മൂദ്, അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് സ്വർഗ്ഗപൂതോപ്പ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് നീ ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾക്കെല്ലാം നൽകണേ റഹ്മാൻ. കടം കൊണ്ടും രോഗം കൊണ്ടും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ സമാധാനവും ശാന്തിയും നൽകണേ റഹ്മാൻ. അള്ളാഹുവെ, നമ്മുടെ സഹോദരങ്ങൾ ഫിലിസ്തീനിലും മുസയിലും ആ നാട്ടിലെ ബാക്കിയുള്ള മനുഷ്യർ, അള്ളാഹു അവർക്ക് സമാധാനവും ശാന്തിയും നൽകണേ. ഈ വർഷങ്ങളിൽ മരണപ്പെട്ടു പോയ പിഞ്ചോമനകൾ മുതൽ വാർദ്ധക്യത്തിലേക്ക് നിൽക്കുന്ന പ്രായമുള്ള ഉപ്പമാർ വരെ റഹ്മാനായ റബ്ബേ, അർഹമായ പ്രതിഫലം നീ അവർക്ക് നൽകണേ റഹ്മാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.